ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം കൃത്യമായി പറയുകയാണെങ്കിൽ 28 ദിവസത്തിന് ശേഷം 29ാമത്തെ ദിവസമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതുവരെ ലോക്ക്ഡൗൺ കഴിഞ്ഞു. അപ്പോൾ ആ ടൈമിൽ കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ വണ്ടികൾ അഡ്വാൻസ് തന്ന ആൾക്കാർക്ക് ഡെലിവറി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ വീട്ടിൻ്റെ വീഡിയോ ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് തൃശ്ശൂരുള്ളൊരു കസ്റ്റമർക്ക് വണ്ടി പറഞ്ഞിട്ട് ആൾ ഓർഡർ ചെയ്ത് പറഞ്ഞിട്ട് ആൾക്ക് വേണ്ടി എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ വണ്ടി 2014 മോഡൽ ബീറ്റ് LT കമ്പനി അലോയ്സ് വരുന്നുണ്ട്. ഈ സൂപ്പർ റെഡാണ് കളർ. ശരിക്കും പേര് പോലെ തന്നെ കളർ നല്ല സൂപ്പർ റെഡ് കേട്ടോ. കാരണം ഞാൻ ഈ വണ്ടി കൊണ്ട് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ കറങ്ങി കിടന്നപ്പോൾ നല്ല അറ്റൻഷനായിരുന്നു ആൾക്കാർ. കാരണം ഇത്രയും ഒരു പെർഫെക്റ്റ് റെഡിൽ വണ്ടി അൺപോളിഷ്ഡ് ആണ്, പോളിഷും ചെയ്തിട്ടില്ല, പക്ഷെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ മാത്രമല്ല ഈ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ബീറ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ കുറേ പേര് ആ ടൈമിൽ വിളിച്ച് ചോദിക്കും എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത്. ഒന്നും കൂടി ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ, നമ്മൾ ഈ വണ്ടി ഇപ്പോൾ സെയിൽ വീഡിയോ ഈ വണ്ടി കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഓൾറെഡി അയാൾ ഇൻ കേസ് നമ്മുടെ കസ്റ്റമർ ബാക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ബട്ട് ഇത് ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് നമ്മൾ എടുത്ത വണ്ടിയാണ്. ശരിക്കും നമ്മൾ വണ്ടി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏകദേശം 25,000 റുപ്പീസ് നമുക്ക് അഡ്വാൻസ് തരാണെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി എടുത്തു കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞ് വണ്ടി ഡെലിവറി കൊടുക്കാൻ നേരത്ത് നമ്മൾ പറയാൻ പോകുമ്പോൾ ചില കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ വീട്ടിൽ അച്ഛൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റ് ഇല്ല, ലോൺ അറേഞ്ച് ആയില്ല എന്നൊക്കെ പറഞ്ഞ് ബാക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബാക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വണ്ടി ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുകയും ചെയ്തു, നമ്മുടെ കയ്യിൽ വണ്ടി സ്റ്റക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്വാൻസ് വാങ്ങി നമ്മുടെ അടുത്തായിട്ടൊരു വിശ്വാസമുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അഡ്വാൻസ് വാങ്ങിയിട്ട് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ആഫ്റ്റർ ലോക്ക്ഡൗൺ നമ്മൾ കുറേ വണ്ടികൾ ഡെലിവറി കൊടുത്തു. ഇപ്പോൾ ലാസ്റ്റ് കൊടുക്കാൻ പോകുന്ന വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം. വണ്ടി ഫുൾ ഓപ്ഷൻ, എക്സ്ട്രാ മാഞ്ചസ്റ്ററിൻ്റെ സീറ്റ് കവർ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഈ റെഡിനോട് നന്നായിട്ട് മാച്ച് ആയിട്ടിരിക്കുന്ന മാഞ്ചസ്റ്ററിൻ്റെ ബാഡ്ജിങ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു സീറ്റ് കവറാണ് വണ്ടിക്കുള്ളത്. എവിടെയും ഓൾമോസ്റ്റ് വണ്ടിയുടെ ബോഡിയിൽ എവിടെയും റീപെയിൻറ്റ് കയറിയിട്ടില്ല. ചില ഭാഗങ്ങളിൽ മാത്രം വളരെ കുറച്ച് റീപെയിൻറ്റിങ് കാര്യങ്ങൾ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ LT ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് കാണാനായിട്ട്. കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് വരുന്നത് ട്യൂട്ടർ വിത്ത് സെപ്പറേറ്റ് സ്പീക്കർ, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് സോണിയുടെ. അതുപോലെ തന്നെ സോണിയുടെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ബൂട്ടൊക്കെ തുറന്ന് നോക്കുമ്പോൾ ആ ഒരു നീറ്റ്നെസ് അപാര നീറ്റ്നെസ് ആണ്. ഈ മൊത്തത്തിൽ വണ്ടി ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ സോണിയുടെ 2 സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഒറിജിനൽ വന്ന പാഡ് ഇതിൻ്റെ കൂടെ തന്നെ അവർ തന്നിട്ടുണ്ട്. മാത്രമല്ല സ്പെയർ ടയറും ഫുൾ ടയർ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി വന്ന ടയർ തന്നെയാണ് സ്പെയർ ടയർ ഇരിക്കുന്നത്. അതൊന്നും ഒട്ടും അനങ്ങിയിട്ടില്ല. ഓൾമോസ്റ്റ് വണ്ടി പുത്തം പോലെയാണ് വണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി നോക്കാൻ പോകുമ്പോൾ ഇതേപോലെ ഓൾമോസ്റ്റ് എല്ലാം നോക്കി കഴിഞ്ഞിട്ട് ബീറ്റിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡിയും ഇൻറ്റീരിയറും ടയേഴ്സും അലോയ്സും എന്നല്ല നമ്മൾ നോക്കേണ്ടത്. പ്രധാനമായിട്ടും നോക്കേണ്ടത് എഞ്ചിൻ തന്നെയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബീറ്റ് നോക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് കീയിട്ട് പുറത്ത് വന്നിട്ട് ഈ ഒരു 2-3 സെക്കൻഡിൽ വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ലേ, ഇത്രയും ക്വിക്ക് സ്റ്റാർട്ട് ആയിരിക്കണം. അപ്പോൾ ഈ ക്വിക്ക് സ്റ്റാർട്ട് ആണെങ്കിൽ തന്നെ ഹൈ പ്രഷർ പമ്പിൻ്റെ കംപ്ലയിൻസ് ഒന്നുമില്ല, വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ട് ആവാം. ഏതെങ്കിലും തരത്തിലുള്ള വാർണിംഗ് ലൈറ്റ് കത്തി കിടപ്പുണ്ടോ എന്നുള്ളത് നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ എഞ്ചിൻ ചെക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എഞ്ചിൻ ഈ ഒരു നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ ഈ കവർ നമുക്ക് ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ വണ്ടി ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു 5-6 കിലോമീറ്റർ ഓടി ആലുവാറ്റി ഇവിടം വരെ ഓടി വന്നതാണ്. നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് കംപ്രഷൻ വരുന്നുണ്ടോ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ എന്തെങ്കിലും അടിച്ച് വരുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ ഈ കൈ ഇത്രയും അടുത്ത് വെച്ചിട്ട് കൈ നമ്മളിവിടെ പ്രസ് ചെയ്ത് വെച്ചു, എന്നിട്ട് എടുത്താൽ പോലും കയ്യിലേക്ക് ഒരു തുള്ളി ഓയിൽ അടിക്കുന്നില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാക്ക് കംപ്രഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. വണ്ടി ഓൾമോസ്റ്റ് എഞ്ചിൻ ഗുഡാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഫ്യൂവൽ ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് ഈ ഹൈ പ്രഷർ പമ്പ് ഈ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇഞ്ചക്ടറിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലെങ്കിലും ഫ്യൂവൽ ലീക്കേജ്, ഡീസൽ ലീക്ക് ആവുന്നുണ്ടോ, ഈ ടർബോൻ്റെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഓയിൽ ലീക്സ് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നന്നായിട്ട് ചെക്ക്. നമ്മളിങ്ങനെ പിടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ കണ്ടമാനം ഓയിൽ കയ്യിലാവും.
അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എഞ്ചിൻ വൃത്തിയും വിലയുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. ബാറ്ററിയുടെ കണ്ടീഷൻ അതുപോലെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് നമ്മൾ എല്ലാ വീഡിയോയിലും ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്വിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ആയിരിക്കണം. അതുപോലെ തന്നെ വണ്ടിയുടെ സ്മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ വണ്ടി നമ്മൾ ഒരുപാട് റേസ് ചെയ്തിട്ട് ത്രോട്ടിൽ കൊടുത്ത് വണ്ടീനെ കഷ്ടപ്പെടുത്തൊന്നും വേണ്ട. ഒരു 3000-4000 RPM നമ്മൾ 5000 ഇപ്പോൾ ഫുൾ RPM 5000 RPM ഇപ്പോൾ നിൽക്കുന്നത്. 5000 RPM നിൽക്കുന്നത്. വണ്ടിക്ക് സ്മോക്ക് കാര്യങ്ങളൊന്നുമില്ല. അത്രയും RPM കയറി കഴിഞ്ഞപ്പോൾ ലൈറ്റായിട്ടൊരു സ്മോക്ക് പോയി എന്നല്ലാണ്ട് ഓൾമോസ്റ്റ് സ്മോക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് കണ്ടീഷനാണെങ്കിൽ ബാക്കി നിങ്ങൾ ഓടിച്ച് നോക്കാം. വണ്ടി ഒരു 2, 3, 4 കിലോമീറ്റർ അല്ല 10, 15 കിലോമീറ്റർ ഓടിച്ച് നോക്കാം. അപ്പോൾ ഒരു 10, 15 കിലോമീറ്റർ ഓടി നോക്കാം. ചില ബീറ്റുകൾ നമ്മൾ ഒരു ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ സഡൻലി ആ വാണിംഗ് ലൈറ്റ് കത്തിയിട്ട് വണ്ടിയുടെ പവർ ഡ്രോപ്പ് ആവും, പിന്നെ RPM കയറാത്ത ഇഷ്യൂ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സെൻസറുകളുണ്ട് എല്ലാ ഭാഗങ്ങളിലും. അപ്പോൾ ഏതെങ്കിലും സെൻസർ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ബീറ്റ് എടുക്കാൻ പോകുമ്പോൾ ലോങ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വണ്ടി നമ്മൾ ഡെലിവറി കൊടുക്കുന്നതിന് മുമ്പ് ബീറ്റിനെ കുറിച്ച് കുറേ എൻക്വയറീസ് വന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു റിപ്പീറ്റ് വീഡിയോ ആണ് ആക്ച്വലി ഇത്. മുമ്പത്തെ വീഡിയോയിലൊക്കെ യൂഷ്വലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ബീറ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നവർ ചെക്ക് ചെയ്യാൻ ഈ ഒരു ക്വാളിറ്റി ഉള്ള ബീറ്റാണെങ്കിൽ ഇതിൻ്റെ 2012-13 LS LT ആ ഒരു മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എടുക്കാൻ പറ്റുന്ന റേറ്റ് 1.30, 1.40 നല്ല ക്വാളിറ്റി ഉള്ള ഡീസൽ ബീറ്റ് ആണെങ്കിൽ. പെട്രോൾ ബീറ്റ് ആകുമ്പോൾ ഏകദേശം 1.50 അങ്ങനെ ആ റേഞ്ചിൽ മുകളിലേക്ക് വരും. ഡീസൽ ബീറ്റ് ആകുമ്പോൾ ഏകദേശം ഈ ഒരു 2014 LT ഇത്രയും ഓപ്ഷൻസും ഇത്രയും നീറ്റ്നെസ്സും ഉള്ള വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 1.60, 1.65, 1.70 വരെയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. കുറേ ആൾക്കാർ ഇന്ന വണ്ടി വേണം എന്നൊക്കെ ഓർഡറൊക്കെ തരാറുണ്ട്. ശരിക്കും നമ്മുടെ വാട്സപ്പിൽ കുറേ ഗ്രൂപ്പുണ്ട്. നമ്മളെ എല്ലാ വണ്ടിയും ചവറ് പോലെ ഗ്രൂപ്പിലേക്ക് വലിച്ചു വരെ ഇടാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ച് നോക്കി സാറ്റിസ്ഫൈഡ് ആയി നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ് വരില്ല എന്നുള്ള ആ ഒരു ഗ്യാരണ്ടി ഉള്ള വണ്ടികൾ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ചില വണ്ടികൾ ഞാൻ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇടാറുണ്ട്. അപ്പോൾ ആ വണ്ടികളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടികൾ ബൾക്കായിട്ട് ഒരുപാട് എമൗണ്ട് മുടക്കി വീട്ടിൽ പർച്ചേസ് ചെയ്ത് നിരത്തി ഇടാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ക്രീൻഷോട്ട് ഇടുന്നത്. ആ സ്ക്രീൻഷോട്ടിലുള്ള ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ഒരു ഹാഫ് എമൗണ്ട് അഡ്വാൻസിനാണ് ഈ വണ്ടി എടുത്ത് നിങ്ങൾക്ക് ഡെലിവറി തരും. 1 ഡേ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വണ്ടിക്ക് നമ്മൾ പറയാത്ത എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ്, മേജർ കംപ്ലയിൻറ്റ്സ്, എഞ്ചിൻ കംപ്ലയിൻറ്റ്സ്, അത്രയും ഭയങ്കര മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി റിട്ടേൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ഒരുപാട് യൂസ്ഡ് കാറുകൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എനിക്ക് ഓടിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ ചിലർ പറയാറുണ്ട് കൂടുതലും അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന വണ്ടിക്ക് വില കുറച്ച് കൂടുതലാണെന്നുള്ളത്. കാരണം അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന 90% വണ്ടികളും 10,000 കിലോമീറ്ററിൽ കുറവ് ഓടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഏകദേശം 1,65,000 രൂപയാണ്. ഈ 1,65,000 രൂപയ്ക്ക് ഈ ഒരു ബീറ്റ് വാങ്ങിക്കുന്ന ഇതേ ക്വാളിറ്റി വണ്ടി നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലാഭം തന്നെയാണ്. ശരിക്കും ഈ ഒരു ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവ് വരുമ്പോൾ, ഇപ്പോൾ ഇത് LS മോഡലാണെങ്കിലോ അല്ലെങ്കിൽ ഇത് ബേസ് മോഡലാണെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ വാല്യൂ നേരെ കുറഞ്ഞ് ഏകദേശം നമുക്ക് 1,40,000, 1,30,000 രൂപയാവും. മോഡൽ 2012-11 വരുമ്പോഴേക്കും 1.4, 1.15 ആ റേഞ്ചിലേക്ക് വരും. ഓരോ വണ്ടികളുടെയും ബേസിക് മാർക്കറ്റ് വാല്യൂ പറയുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഷോറൂമുകാരാണെങ്കിലും ആരാണെങ്കിലും വണ്ടി കാണാതെ പറയുന്ന ബേസിക് ആയിട്ടുള്ള വാല്യൂ, ആ വാല്യൂവിൽ ഞാൻ പ്രത്യേകം ആ വീഡിയോയിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാല്യൂവിൻ്റെ അകത്തേക്ക് വണ്ടിയുടെ ടയർ കണ്ടീഷൻ, ഇൻഷുറൻസ്, വണ്ടിയുടെ ക്വാളിറ്റി, പെയിൻറ്റിങ്, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, വണ്ടി ഓടിയ കിലോമീറ്റർ, നമ്പർ ഓഫ് ഓണേഴ്സ്, ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ച് വണ്ടിക്ക് ബെറ്റർ പ്രൈസ് നിങ്ങൾ നിശ്ചയിക്കുക. കാരണം ഒരു വണ്ടിയുടെ ബേസ് മാർക്കറ്റ് വാല്യൂ അറിഞ്ഞാൽ മാത്രമാണ് അതിനകത്ത് ഇത്രയും സാധനങ്ങൾ വണ്ടിക്ക് ഇത്ര ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്ന് അറിഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ, ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് ഏകദേശം ബേസ് മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറച്ച് എമൗണ്ട് കൂടുതൽ വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും വണ്ടി എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക. കുറേ പേർക്ക് ആ ഒരു വീഡിയോസിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ഓവറോൾ എല്ലാ വീഡിയോയിലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുമുണ്ട്. കാരണം നിങ്ങൾ വണ്ടിയുടെ ബേസ് മാർക്കറ്റ് വാല്യൂ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബേസ് മാർക്കറ്റ് വാല്യൂവിൽ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വില വരുന്നത്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ബീറ്റാണ് തന്നെ, ബീറ്റ് വൈറ്റ് കളറിന് കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് വാല്യൂ വളരെ കുറവാണ്. ഈ വൈറ്റ് കളർ എന്നുള്ളതിന് റെഡ് കളർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആഷ് പോലത്തെ കളറ്, ഗ്രീൻ കളറിനൊക്കെ അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ ഉള്ള കളേഴ്സാണ്. അപ്പോൾ കളേഴ്സും വണ്ടിയുടെ ക്വാളിറ്റി, വണ്ടിയുടെ ഓണർഷിപ്പ്, ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും വണ്ടിയുടെ വില നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. അതല്ലാണ്ട് ഞാൻ പറയുന്ന ആ ഒരു ബേസ് മാർക്കറ്റ് വാല്യൂവിന് നിങ്ങൾക്ക് കുറേ വണ്ടി എടുത്തു തരും, ആരും നിങ്ങൾക്ക് വണ്ടി കൊണ്ട് തരും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഒരു കാര്യം, ഒരു സബ്ജക്റ്റ്, ഒരു ബേസിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ, അത് നമ്മൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മൾ ലൈഫിൽ അപ്ലിക്കബിൾ ആക്കാൻ
പറയാനാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പല തിയറീസും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. ഇത് ശരിക്കും ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പ്രൈസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഓരോ ഡീലേഴ്സും ഓരോ ആൾക്കാരും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലൊരു വണ്ടി കൊടുക്കാനാണെന്ന് വിചാരിക്കുക. ആ വണ്ടിയുടെ വില നിങ്ങൾ അതേ വണ്ടിയുടെ ഷോറൂമിൽ വിളിച്ചിട്ട് അതിൻ്റെ പുതിയ മോഡൽ ഓർഡർ ചെയ്യാനാണ്, ഈ വണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്, എനിക്ക് പ്രൈസ് നിങ്ങൾ എത്ര വരെ നിങ്ങൾ ഓഫർ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ പ്രൈസ് പറയും. ഞാൻ പറഞ്ഞ പ്രൈസിൻ്റെ 5000 രൂപ മുകളിലോ 5000 രൂപ താഴെയോ ആയിട്ട് അവരൊരു കറക്റ്റ് പ്രൈസ് പറയും. പിന്നെ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, വണ്ടിയുടെ ഓണർഷിപ്പ്, ഇതുപോലുള്ള എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് അവർ ബെറ്റർ പ്രൈസ് നിങ്ങൾക്ക് പിന്നീടായിരിക്കും ഓഫർ ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ഇവർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊരു നോ ക്ലെയിം വണ്ടിയുടെ എക്സ്ചേഞ്ച് ബോണസ് എന്നുള്ള സംഭവം ആക്ച്വലി ഇല്ലാത്തൊരു സാധനമാണ്. അത് വെർച്വൽ ഒരു എമൗണ്ടാണ്. ശരിക്കും നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങളോട് തന്നെ വില കൂട്ടി പറയുന്നു, മറ്റു വണ്ടിയുടെ ആ വണ്ടി കൊടുക്കുമ്പോൾ ഒരു ഓഫർ കിഴിച്ചിട്ടും കൂട്ടിയിട്ടും ഒരു മിഥ്യയായിട്ടുള്ളൊരു എമൗണ്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് റേറ്റ് ഫിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് മിക്ക കമ്പനികളും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബേസ് മാർക്കറ്റ് വാല്യൂവിൻ്റെ വീഡിയോസിൽ പലർക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി വണ്ടി നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാവരും നമ്മുടെ ഈ വീഡിയോയുടെ അടിയിലുണ്ടാവും. ജസ്റ്റ് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ചവറ് പോലെ ഒരുപാട് വണ്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്റർ ഓടിയ പെർഫെക്റ്റ് കണ്ടീഷനുള്ള നമ്മൾ ഓടിച്ച് ബോധ്യപ്പെട്ട വണ്ടികളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇനി കണ്ടിന്യൂസ്ലി വീഡിയോ ഉണ്ടാവും. കാരണം കുറച്ച് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കൂളായി. അപ്പോൾ ഇനി വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആ കിടക്കുന്ന ബലേനോ, അതായത് ഈ കിടക്കുന്ന ബലേനോ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ലിസ്റ്റിലുള്ള ഒരാൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് എനിക്ക് കൊണ്ട് തന്ന വണ്ടിയാണ്. ആക്ച്വലി ഈ വണ്ടിയുടെ ഒരുപാട് കംപ്ലയിൻറ്റ്സ്, ചെറിയ കംപ്ലയിൻറ്റ്സ് എല്ലാം ഈ പഴക്കം കൊണ്ടുള്ള കംപ്ലയിൻറ്റ്സ്. ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ഓണർ ഈ വണ്ടി പുതിയതെടുത്തതാണ്. അപ്പോൾ ഈ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് ഫുള്ളായിട്ടുള്ള റിപ്പയറിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.